മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ 2 മാസത്തിന് മുമ്പാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. അപ്പം പാസ്റ്റർ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. പാസ്റ്റർ എന്നോട് പറഞ്ഞു ഡേറ്റ് എടുക്ക്. അപ്പം ഞാൻ ഒന്ന് എഴുതിയിട്ടാണ് ഇവിടെ വന്നത്. അത് ഞാൻ പാസ്റ്ററോട് പറഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു അത് നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി അതെനിക്ക് കിട്ടില്ല എന്ന്. പാസ്റ്ററുടെ പ്രകാരം ഞാൻ ഫെബ്രുവരി 10 ഡേറ്റ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഞാനിവിടെ വന്നപ്പം ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചു പോയി എനിക്ക് ഇവിടെ വന്ന് സാക്ഷീകരിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാൻ 10 ഡേറ്റ് എടുത്ത് എക്സാമിന് പോയിട്ട് ചെന്ന് അന്നേരം മുതൽ എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങളായിരുന്നു. ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ലിസണിങ് ആയിരുന്നു. അപ്പം എൻ്റെ ഹെഡ്സെറ്റിൻ്റെ ഒരു സൈഡ് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെ പേടിച്ചു പോയി. കാരണം അത് പിന്നെ ഒരു സമയവും തരത്തില്ല. പിന്നീട് മനസ്സിലായി എല്ലാവർക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അവർ നിർത്തി തന്നു. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് വീണ്ടും ഒന്ന് വായിച്ചെടുക്കാനൊക്കെ ഉള്ള സമയം ദൈവം എനിക്ക് തന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. അടുത്തത് റീഡിങ് ആയിരുന്നു. ഈ പരീക്ഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയം അത് നമുക്ക് പിന്നീട് അവർ തരത്തില്ല. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പം പേപ്പറും കൊണ്ട് അവർ പോകും. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. വായിച്ചെടുക്കാനുള്ള സമയമൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല. എഴുതി തീർന്നപ്പോൾ തന്നെ സമയവും കഴിഞ്ഞു. പിന്നത്തേതെന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിംഗ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പൊതുവെ ഒരു മോശമാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിലും വലിയ ടെൻഷനായിരുന്നു. ഞാൻ റബ്ബ് ചെയ്ത് എഴുതിയൊക്കെ വന്ന് സമയം കറക്റ്റ് എനിക്ക് തികഞ്ഞതേ ഉള്ളൂ. എല്ലാം കൂടിയുള്ളൂ. എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പം എല്ലാവരും ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പ്രയാസമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും അന്നേരം അവർക്കും വിഷമാവും. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലെന്ന് മാത്രം പറഞ്ഞു. അതിലും വലിയ ടെൻഷൻ ഞാൻ നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു ഞാൻ ഈ എക്സാം എഴുതിയെന്നുള്ളത്. അതിനെക്കാട്ടിലും ടെൻഷനായിപ്പോയി എനിക്ക്. കാരണം അവരൊക്കെ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. 12 ദിവസം കഴിഞ്ഞ് ഈ എക്സാമിൻ്റെ റിസൾട്ട് വരത്തുള്ളൂ. ഈ 12 ദിവസവും ഞാൻ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എനിക്ക് ഇവിടുത്തെ മെസ്സേജുകളൊക്കെ ഞാൻ ഓൺലൈനിൽ കേൾക്കുമായിരുന്നു. അപ്പം അതിനെല്ലാം എനിക്ക് കിട്ടുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള വാശി. അപ്പം ഞാൻ അത് ഉറച്ച് വിശ്വസിച്ചു. 27 ചൊവ്വാഴ്ച റിസൾട്ട് വന്നു. മെയിൽ വന്നപ്പോൾ ഞാൻ പേടിച്ച്, എനിക്ക് തുറക്കാൻ പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ആരെക്കൊണ്ടും തുറക്കാൻ പറ്റത്തില്ല, ഞാൻ തന്നെ തുറന്നു. വന്നപ്പം എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചതിലും അത്യന്തപരമായിട്ട് ദൈവം എന്നെ നടത്തി. റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത്. ഹാൻഡ് റൈറ്റിംഗ് കാരണം തന്നെ അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ദൈവം തന്നത്. അത് പ്രാർത്ഥിച്ച് ഫാസ്റ്റോടും ഇവിടുത്തെ ഈ ഗ്രൂപ്പിനോടും ഒക്കെ നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കരമടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഒത്തിരി കുട്ടികൾ OIT എക്സാം എഴുതുന്നുണ്ട്. OIT എക്സാം എഴുതിയ ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം കുവൈറ്റിൽ നമ്മുടെ ഓൺലൈനിലൂടെ മീറ്റിംഗ് കാണുമായിരുന്നു. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. നാട്ടിലായിരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദൈവം കൊടുത്ത വിജയമാണ്. അദ്ദേഹം സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് നിങ്ങൾ കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരുന്നു. അത്രയും കോൺഫിഡൻസോടൊന്നും എക്സാം എഴുതിയതല്ല. പക്ഷേ വാക്തത്വം അത്ഭുതങ്ങൾ ചെയ്യും.